ഏച്ചിനെപ്പരം പോടെ, ഏച്ചിനെപ്പരം പോടെ കളിക്കേ. ഓടിക്കോ. അയ്യോ. ഹലോ, ദിസ് ഇസ് ഹൗ മൈ ഡേ സ്റ്റാർട്ട്. ഇങ്ങനെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല രസമാണ്. അപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ രാവിലെ ഇറങ്ങി എണീച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവർ രണ്ടാളും ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ അമ്മ ഇവർ ഇളക്കി വിടും. ആൻഡ് ദിസ് ഇസ് മൈ സിസ്റ്റർ. ഉത്രാടം ആയതുകൊണ്ട് തന്നെ പൂവിടുന്ന തിരക്കാണ്. ഇന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ ടോട്ടലി നല്ലൊരു വൈബില്ല ദിവസമായിരുന്നു രാവിലെ എണീച്ച് വന്നപ്പോൾ. ബാക്കി എങ്ങോട്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ ഇവരുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ലൈക്ക് നമുക്ക് ഓടിക്കളിച്ച് രാവിലെ തന്നെ അടിപൊളിയാക്കാം. ഇതെന്നെ പൂവിടാൻ വേണ്ടിയിട്ട് മഴയത്തൊക്കെ ഓടിപ്പോയിട്ട് വരുന്നുണ്ട് ചേച്ചീനെ കാണാം. ആൻഡ് ദിസ് ഈസ് റൂബി. ഇതാണ് നമ്മളെ ഫസ്റ്റ് പെറ്റ്. ഇതിന് മുമ്പേ പെറ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഇവൾ കാണുന്ന കണക്കല്ല, ഷീ ഈസ് വെരി ടെറർ. നല്ല അത്യാവശ്യം ഗുണ്ട, നമ്മളെ വീട്ടിലെ ഗുണ്ടയാണ് അവൾ. അപ്പോൾ ഓടി വന്ന് ഇവൻ അതിൻ്റെ മോളാണ്, അതിൻ്റെ മോള് ലൈക്ക് റൂബീൻ്റെ മോളാണിത്. ബട്ട് ആൾ പാവമാണ്, നമുക്ക് കളിക്കാനൊക്കെ അടിപൊളിയാണ്. ലൈക്ക് നമ്മൾ വെച്ച് തന്നെ കളിക്കും. അവൻ്റെ അപ്പുറം ഓടിയോ നമ്മളെന്ന് വെച്ചാൽ ഓടും. ലൈക്ക് നമുക്ക് കളിക്കാൻ പറ്റിയൊരു ടോയ് ടൈപ്പ് സാധനമാണത്. ബട്ട് ആൾ ഭയങ്കര ഡേഞ്ചറാണ്. ഇവനോട് ഇങ്ങനെ കളിക്കുന്നതിനൊക്കെ നമുക്ക് എന്തും കളിക്കാം, ആൾ കടിക്കത്തൊന്നുമില്ല. സോ ഏച്ചി ഇത്രയും ധൈര്യത്തോടെ കൊണ്ട് കളിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ്. കാരണം റൂബീൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് പ്രാവശ്യം കടി കിട്ടിയിട്ടുണ്ട്. സോ ടോട്ടലി ഇന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡേ ആയിരുന്നു. അങ്ങനെ ഇന്ന് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പയ്യന്നൂർ പോയിട്ട് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ലൈക്ക് അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പരിപാടി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റെഡിയൊക്കെ ആയിട്ട് പയ്യന്നൂരേക്ക് പോയി. ഇന്ന് പയ്യന്നൂർ ഡ്രസ്സ് എടുക്കാനൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇന്ന് ഉത്രാടമായിട്ടും ആരും വീട്ടിലിരിക്കുന്നില്ല. കാരണം നമ്മളെപ്പോലെ ചിന്തിച്ചിട്ടുണ്ടാവും തലേന്ന് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ബട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം വന്നപ്പോൾ അമ്മ പഴംപൊരിയും ഉള്ളിവട ഇങ്ങനെ കുറേ സാധനം ഉണ്ടാക്കി വയ്ക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, പുറത്തുനിന്ന് ആൾ വരുന്നുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയാക്കിയതാണ്. അങ്ങനെ ഇവർ വന്നു പോയതിന് ശേഷം നമ്മൾ പൂ മണിക്കാൻ പോയി. മെയിനായിട്ട് ഓണത്തിന് പൂ മണിക്കലാണല്ലോ പ്രധാനം. അങ്ങനെ നമ്മൾ അത് മണിക്കാൻ പോയി. അങ്ങനെ വാതിലൊക്കെ പൂട്ടി ഇറങ്ങി. അത്യാവശ്യം ഇത് പറഞ്ഞിട്ട് എടുക്കുന്നില്ല കേട്ടോ, ഞാൻ പൂട്ടുമ്പോൾ എടുത്തതാണ്. അങ്ങനെ നമ്മളെ പൂ മണിക്കാനെല്ലാവരും ഒരുമിച്ച് ചേച്ചി ഡ്യൂട്ടീൻ്റെ ഇടയ്ക്കൊക്കെയാണ് കേട്ടോ വരുന്നത്. ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് കാറിൽ നിന്ന് തന്നെ ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ട് വന്നു. ഇന്ന് പയ്യന്നൂർ നല്ല തിരക്കായിരിക്കും. രാത്രിയാണല്ലോ എല്ലാവരും പൂ മണിക്കാൻ പോലെ, കാരണം റേറ്റ് കുറഞ്ഞ് കിട്ടും ഓഫ് കോഴ്സ്. അതിന് മുമ്പേ നമുക്ക് സ്റ്റുഡിയോ കയറിയിട്ട് ഒരു സാധനം മേടിക്കാനുണ്ടായിരുന്നു, സാധനം മാറ്റാനുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി അങ്ങനെ അറ്റ് ലാസ്റ്റ് കുറേ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് പൂ കിട്ടി. അങ്ങനെ ഒരു ഏട്ടൻ്റെ ഇടയ്ക്ക് നിന്ന് നമ്മൾ കുറച്ച് പൂ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ. അങ്ങനെ അത്യാവശ്യം നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ബാക്കി നാളെ കാണിക്കാം. ഓക്കെ, ബൈ.